PC ജോർജിന്റെ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി പറയുന്നത്. PC ജോർജ് അല്പസമയത്തിനകം ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും. പിന്തുണ അറിയിച്ച് BJP ജില്ലാ നേതാക്കൾ PC ജോർജിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അഞ്ജന അൽകുമാർ വീട്ടിൽ നിന്നും ചേരുന്നു. അലി അക്ബർ ഷാ സ്റ്റേഷനിലുമുണ്ട്. അത് ഞാൻ അഞ്ജനയിലേക്ക് പോകുന്നു. അഞ്ജന, PC ജോർജ് ഈരാറ്റുപേട്ടയിൽ വീട്ടിലെത്തിയിട്ടുണ്ടോ? അരുൺകുമാർ, ഇതുവരെയും PC ജോർജ് ഈരാറ്റുപേട്ടയിലെ വീട്ടിലെത്തിയിട്ടില്ല. എന്നാൽ ഈ വീട്ടിലേക്ക് BJP നേതാക്കൾ ഓരോരുത്തരായി എത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായ റോയ് ചാക്കോ, മധ്യമേഖലാ പ്രസിഡന്റ് N ഹരി തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ ഈ ഈരാറ്റുപേട്ടയിലുള്ള PC ജോർജിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും ചെയ്തു. എന്തായാലും BJP നേതാക്കളുടെ ഒരു പിന്തുണ PC ജോർജിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഈ വീട്ടിലേക്ക് എത്തുന്നുമുണ്ട്. അതിനാൽ തന്നെ 9:30 സ്റ്റേഷനിൽ ഹാജരാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. PC ജോർജ് ഹാജരാകുമ്പോൾ ഒപ്പം ഈ നേതാക്കളും അനുഗമിക്കും എന്നത് തന്നെയാണ് വിവരം. എന്തായാലും PC ജോർജ് ഈ വീട്ടിലില്ല. ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി മകൻ ഷോൺ ജോർജ്, ഭാര്യ ഉഷ ജോർജ് തുടങ്ങിയവരെല്ലാം തന്നെ ഈ വീട്ടിലുണ്ട്. PC ജോർജ് എത്തിക്കഴിഞ്ഞാൽ BJP നേതാക്കൾക്കൊപ്പം ഈരാറ്റുപേട്ട സ്റ്റേഷനിലേക്ക് പോകും. ഉച്ചയ്ക്ക് മുൻപായി ഹാജരാകാം എന്നതാണ് PC ജോർജ് സ്റ്റേഷനിൽ അറിയിച്ചിരുന്നത്. ഈ കത്തിൽ സൂചിപ്പിച്ചിരുന്നതും അങ്ങനെ തന്നെയാണ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതിനാൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുൻപായി ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ ഹാജരാകാം എന്നതായിരുന്നു PC ജോർജ് പറഞ്ഞിരുന്നത്. പക്ഷേ രാവിലെയോടുകൂടി തന്നെ ഹാജരാകും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ നേതാക്കൾക്കൊപ്പം ഉടൻ തന്നെ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും. ഇതുവരെയും PC ജോർജ് എത്തിയിട്ടില്ല എന്ന കാര്യവും പ്രസക്തമാണ്. ഷോൺ ജോർജിന്റെ പ്രതികരണം കൂടി നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും അഞ്ജന. ഞാൻ അഞ്ജനയിലേക്ക് തിരിച്ചു വരാം. ഒന്ന് അലിയിലേക്ക് പോയിട്ട് വരാം. അലി അക്ബർ ഷാ ചേരുന്നുണ്ട് ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ നിന്ന്. അലി, ഈരാറ്റുപേട്ട പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? PC ജോർജ് എത്തിക്കഴിഞ്ഞാൽ ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരിക്കുമല്ലോ അല്ലേ? അരുൺകുമാറിന് ഈ പറഞ്ഞതുപോലെ രാവിലെ 10 മണിയോടുകൂടി തന്നെ PC ജോർജ് ഈരാറ്റുപേട്ട സ്റ്റേഷനിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭിക്കുന്ന സൂചന എന്ന് പറയുന്നത്. ശനിയാഴ്ചയാണ് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഈ PC ജോർജിന് പോലീസ് നോട്ടീസ് നൽകുന്നതും ആ ഘട്ടത്തിലാണ് അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ തിങ്കളാഴ്ച ഹാജരാകാമെന്ന് അറിയിക്കുന്നതും. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ഹാജരാകുമെന്നാണ് അറിയിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ. പിന്നീട് ഇപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും നിലവിൽ ലഭിക്കുന്ന വിവരം 10 മണിയോടുകൂടി PC ജോർജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഈ പറഞ്ഞതുപോലെ അടിയന്തരമായി തന്നെ PC ജോർജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ പലയാവർത്തി സമാനമായ ഈ നടപടി കോടതിയിൽ നിന്നും നേരിട്ട PC ജോർജ് കോടതിയെ അലക്ഷ്യം നടത്തി എന്ന നിലയിലുള്ള ഒരു ഇടപെടൽ കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അടിയന്തര നടപടി